ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ റോവിൻ ഹോം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടവകയായ വെല്ലക്കുന്ന് പള്ളിയിലെ പുൽക്കൂടിൻ്റെ ചെറിയ കാഴ്ചകളാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, 24-ാം തീയതി ഒരു വൈകുന്നേരമാണ്, ഒരു 5 മണി 6 മണി ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വന്നാണ് ഈ പുൽക്കൂട് ഉദ്ഘാടനം ചെയ്തേക്കണേ. അപ്പം തന്നെ അറിയാം നമുക്കൊരു മന്ത്രി വന്നൊക്കെ ഒരു പുൽക്കൂട് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ എത്രത്തോളം ഉണ്ടാവുന്നു. അപ്പോൾ നമ്മുടെ വെല്ലക്കുന്ന് പള്ളിയിലെ ഓരോ വെല്ലക്കുന്ന് പള്ളിയിലെ ഇടവകയിലെ ഓരോരുത്തരുടെയും പ്രയത്നം തന്നെയാണ് ഈ പുൽക്കൂട്. അപ്പോൾ ഓരോ യൂണിറ്റിൻ്റെ ട്രീസ് ഉണ്ട്, പിന്നെ CYM, അവിടുത്തെ എല്ലാ പിള്ളേരുടെയും എല്ലാ വീട്ടുകാരുടെയും എല്ലാവരുടെയും പ്രയത്നത്തോണ്ടാണ് ഈ ഒരു പുൽക്കൂട് നമ്മൾ ഈ വെല്ലക്കുന്ന് പള്ളിയിൽ ഒരുക്കിയേക്കണേ. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കൊല്ലം നവംബറിലാണ് ഇപ്പോൾ ഈ ഇടവക ചേർന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ പള്ളിയിലെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് തന്നെയാണ് ഈ വെല്ലക്കുന്ന് പള്ളിയിൽ ഈ പുൽക്കൂട് കാണാൻ വന്നേക്കണത്. ഞങ്ങൾക്ക് ആദ്യമായിട്ടെന്ന് പറയാൻ കാരണം ഒരു 5-8 കൊല്ലങ്ങൾക്ക് മേലെയായി ഇങ്ങനെ ഈ ഒരു ഗംഭീര പുൽക്കൂട് ഈ വെല്ലക്കുന്ന് പള്ളിയിൽ ഉണ്ടാക്കി തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ ഒരു 5-8 കൊല്ലത്തിന് മേലെ പുറത്തായതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസിന് ഇങ്ങനെ ഒരു പുൽക്കൂട് കാണാൻ പോണത്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് സ്റ്റാർട്ടിങ് തന്നെ കണ്ട് മാലവൾപ്പിട്ട വഴി കൂടെ വന്ന് കാണുന്നത് ഈ ട്രീസും പിന്നെ ഈ സാന്താക്ലോസിൻ്റെ വലിയൊരു രൂപമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കനൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ ആ ഏരിയയാണ് എത്തണേ. അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ പുൽക്കൂട്ടിലേക്കുള്ള സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയണതും. അപ്പോൾ നമ്മൾ വന്ന ആ റോട്ടിൻ്റെ അവിടെ നിന്ന് കയറി നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ പള്ളി കാണാം. പള്ളിയുടെ മുകളിൽ തന്നെ വലിയൊരു സ്റ്റാറും പിന്നെ 2 സൈഡിലും ഓരോ ഏഞ്ചൽസിനെയും അവർ നല്ല രീതിയിൽ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ നല്ല രീതിയിൽ വൈക്കോലിൻ്റെ നല്ലൊരു സെറ്റപ്പിൽ നമ്മളൊരു ചെറിയൊരു ഉണ്ണീശോനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണീശോനെ തൊട്ട് മുത്തി നമുക്ക് എല്ലാവർക്കും നമ്മുടെ പുൽക്കൂട്ടിലേക്കുള്ള യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, നമ്മുടെ ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് ജനുവരി പകുതി ആയപ്പോഴാണ് നിങ്ങളുടെ ഈ പുൽക്കൂടിൻ്റെ വീഡിയോ ഇറക്കണേന്നൊക്കെ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വരാൻ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് ഗൾഫിൽ വന്ന് ഒന്ന് സെറ്റിലാവാനായിട്ട് ഇത്ര സമയം എടുത്തു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വീഡിയോ ലേറ്റായത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ വീഡിയോ ഇടാൻ കാരണം നമുക്കറിയാം, നമ്മുടെ ഈ വെല്ലക്കുന്ന് പള്ളിയിലെ പുൽക്കൂട് കാണാനായിട്ട് എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 24-ാം തീയതി തുടങ്ങി നമുക്കൊരു ന്യൂ ഇയർ വരെ ഒരു വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം നമ്മുടെ ഈ വെല്ലക്കുന്നിൽ കൂടെ നിന്ന് കടന്നു പോകാൻ നല്ല തിരക്ക് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ 24, 25, 26 ഈ 3 ദിവസം നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് എൻ്റെ മെയിൻ റോട്ടിൽ നിന്ന് ഒരു ചെറിയൊരു വഴി കൂടെയാണ് എൻ്റെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ആ വഴിയിൽ വരെ ആൾക്കാർ വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്വന്തം വണ്ടിക്ക് വരെ കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിനും മാത്രം ജനങ്ങളായിരുന്നു ഈ പുൽക്കൂട് കണ്ട് ആസ്വദിച്ച് പോയി വരും. അപ്പോൾ നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബവും, പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ, വികാരി അച്ഛൻ വരെ നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ട് തന്നെയാണ് ഈ ഒരു നല്ലൊരു പുൽക്കൂട് ഒരുക്കിയേക്കണേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പുൽക്കൂട് കാണാൻ എത്ര ആൾക്കാർ വരുന്നുണ്ടെന്ന്. മെയിനായിട്ട് ഞാൻ ഈ ഒരു പുൽക്കൂടിൻ്റെ വീഡിയോ ഇറക്കാമെന്ന് വിചാരിച്ചത് നമ്മുടെ ഇടവകയിലും നമ്മുടെ അയൽവക്കത്തുള്ള കുറേ സ്ഥലങ്ങളിലുള്ളവർക്കും ഈ പുൽക്കൂട് കാണാൻ പറ്റാത്തവരുണ്ട്.
പല പല കാരണങ്ങൾ കൊണ്ട് പുൽക്കൂട് കാണാൻ പറ്റാത്തവരുണ്ട്. ചിലവർക്ക് ചില വയ്യായകളോ അങ്ങനെ പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ വരാൻ പറ്റാത്തതുണ്ട്. എന്നാലും അവർ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സംഭവം തന്നെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണാം. ഈ ഒരു വീഡിയോ വഴി കണ്ടാലും അതെന്താ പറയുക, നേരിട്ട് കാണുന്നതിൻ്റെ ഒരു 100-ൽ എന്താ പറയുക 1% പോലും അങ്ങനെ ഒരു ആസ്വദിക്കാൻ പറ്റില്ല വീഡിയോയിൽ. അപ്പോൾ അവർക്കൊക്കെ ഒരു വല്ലക്കുന്ന് പള്ളിയിലെ പുൽക്കൂട് എന്നൊരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. പിന്നെന്താ പറയുക, നമുക്കൊരു അറിയാം, കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വല്ലക്കുന്ന് പള്ളിയിൽ സ്ഥിരമാണെന്ന്. സ്ഥിരം എല്ലാ കൊല്ലം ഒരേപോലത്തെ പുൽക്കൂടൊക്കെയാണെന്നുള്ള ഒരു ചെറിയൊരു ഇതുകളൊക്കെ ഉണ്ട്. എന്നാലും എത്ര ആൾക്കാർ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിഫ്രഷ്മെൻ്റാണ്. ഒരു പള്ളിയിൽ വന്ന് ഒരു 1.5 മണിക്കൂർ അതിൽ നമ്മുടെ പള്ളിയിലുള്ള എല്ലാവരും സഹകരിച്ച് തയ്യാറാക്കി പുൽക്കൂട് വന്ന് കണ്ടുപോകുമ്പോൾ അവരെന്താ പറയുക, ഒരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് മൂഡിലെത്തി തിരിച്ചു പോകാമെന്ന് പറയുന്നത്. നമ്മുടെ ഈ പുൽക്കൂടിന് ഉണ്ടാക്കാനായിട്ട് സഹകരിച്ച എല്ലാവർക്കും അതെന്താ പറയുക, ഒരു അംഗീകാരം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇവരൊരു 5-8 കൊല്ലമായിട്ട് ഇത് മുടങ്ങാണ്ട് ഈ വല്ലക്കുന്ന് പള്ളിയിലെ പുൽക്കൂട് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ആക്കിയേക്കാണ് അവർ. ഈ പുൽക്കൂടിൽ ഈ പ്രാവശ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വഞ്ചിയിൽ പോണ ഒരു സാന്താക്ലോസ് തന്നെയാണ്. അപ്പോൾ അതിലൊരു നല്ലൊരു മ്യൂസിക്കൊക്കെ വെച്ച് നല്ലൊരു രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാവരും കൂടി ഈ ഒരു വഞ്ചി റെഡിയാക്കി വെച്ചേക്കണത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ചെറിയൊരു രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കണ ഒരു ബിൽഡിങ് രീതിയിലുള്ള ഒരു സംഭവമാണ്. അത് നല്ലൊരു ലൈറ്റൊക്കെ കൊടുത്ത് നല്ലൊരു ഹൈപ്പാക്കി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാലാണ്. ഈ പാലത്തിൽ നിന്ന് കാണുന്ന ഒരു ഷോയാണ് കേട്ടത്. ഒരു ഏഞ്ചിൽ ഒരു ചെറിയൊരു ട്രീ ഒക്കെ റെഡിയാക്കി നല്ല രീതിയിൽ തന്നെ ആ പാലത്തിൻ്റെ 2 സൈഡും ഒരുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ കാണാൻ വരുമ്പോൾ, ഈ ക്രിസ്മസ് പുൽക്കൂടൊക്കെ കാണാൻ വരുമ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് എല്ലാത്തിനും മുന്നിലൊക്കെ ഒന്ന് ഒരു സെൽഫി എടുക്കുക, ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ അതിന് പറ്റുന്ന കുറേ ഏരിയകളും നമ്മൾ ഈ പുൽക്കൂട് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫോട്ടോസ് എടുക്കാൻ, നല്ല പോസ് ചെയ്യാനായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ പുൽക്കൂടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ. അതിലൊരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ് ഈ കാണുന്നത്. നമ്മൾ ഈ പുൽക്കൂട് കണ്ട് ഇതിൻ്റെ ലാസ്റ്റ് എത്തണ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഒരു നല്ലൊരു കൊട്ടാരം തന്നെയാണ് റെഡിയാക്കി വെച്ചേക്കണത്. നല്ലൊരു രീതിയിൽ തന്നെ നല്ലൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം കൊടുത്തിട്ട് ആ ഒരു എന്താ പറയുക ഒരു കൊട്ടാരത്തിന് നല്ലൊരു രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഓരോ യൂണിറ്റുകാരുടെ ക്രിസ്മസ് ട്രീകളാണ്. ഓരോ യൂണിറ്റിൽ നിന്ന് എല്ലാവരും സഹകരിച്ചുണ്ടാക്കിയേക്കണം നല്ല ഭംഗിയിലുള്ള ക്രിസ്മസ് ട്രീകളാണ്. പിന്നെ ഈ കാണുന്നത് നമ്മൾ നല്ല രീതിയിൽ മ്യൂസിക്കും എല്ലാം വെച്ചിട്ടുള്ള ഒരു നല്ലൊരു വാട്ടർ ഫൗണ്ടെയിനാണ്. നല്ലൊരു എന്താ പറയുക ഒരു റിഫ്രഷ്മെൻറ്റാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ. ഓരോ യൂണിറ്റുകാരുടെയും നല്ല എന്താ പറയുക സഹകരിച്ചിട്ടുള്ള നല്ല കില്ലാടി ക്രിസ്മസ് ട്രീകളാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്ന നല്ലൊരു സാന്താക്ലോസ്, അതും നല്ലൊരു ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ, നമുക്ക് സെൽഫി ഒക്കെ നിന്ന് എടുക്കാൻ, ഫ്രണ്ട്സായിട്ട് ഒരുമിച്ചിട്ട് ഒരു സെൽഫി ഒക്കെ എടുക്കാൻ പറ്റിയൊരു എന്താ പറയുക ഒരു നല്ലൊരു സ്പോട്ടാണ് നേരത്തെ കണ്ടത്, സ്റ്റാറുകളൊക്കെ തൂക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഏറ്റവും മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു ഷിപ്പ്
ഷിപ്പ് ഉണ്ടാക്കി വെച്ചേക്കണത്. നമുക്ക് അതിൻ്റെ മുന്നിൽ വെച്ച് ഫോട്ടോ എടുത്താലും നല്ലൊരു പോസ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് ആയി വരുമ്പോൾ. അതും എന്താ പറയുക, ഒരു നല്ല രീതിയിൽ തന്നെ ആ ഷിപ്പ് ഉണ്ടാക്കാനും അത് പ്രദർശിപ്പിക്കാനും അതിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കൊടുക്കാനും നല്ല പോലെ സൂക്ഷിച്ചിട്ട് തന്നെയാണ് ആ വർക്ക് ചെയ്തേക്കണത്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ പുൽക്കൂടൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചിട്ട് പോയാലോന്ന്. അതിനും ഇവിടെ നല്ലൊരു രീതിയിൽ ഐസ്ക്രീം മാത്രമല്ല കേട്ടോ, നമ്മളെന്താ പറയുക, ബജികൾ റെഡിയാക്കിയിട്ടുണ്ട്, എന്താ പറയുക, പിന്നെ നല്ല കുലുക്കി സർവത്ത്, പോപ്കോൺ, അങ്ങനെ പല സാധനങ്ങളും റെഡിയാക്കിയിട്ടുള്ളൊരു നമ്മുടെ ഹാളിൽ നല്ലൊരു സെറ്റപ്പോട് കൂടി ഒരു ഫുഡ് കോർട്ട് തന്നെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ സാധാരണ പറയണ പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.